ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര കുഞ്ഞ് ഷോർട്ട് ആൻഡ് പ്രിസൈസ് വ്ളോഗായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു ലോങ് വീഡിയോ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഐ മീൻ ഒരു 10 മിനിറ്റ്സിനകത്തുള്ള സാധനമായിരിക്കും. കാരണം ഇന്ന് ഞാൻ ഇപ്പോൾ കൊച്ചിയിലുണ്ട്. രാവിലെ ഞാനൊരു 10-15 മിനിറ്റ് മുമ്പ് കാക്കാനാട് എത്തി. അപ്പോൾ ഇന്ന് നമുക്ക് 2 പരിപാടികളാണ് കൊച്ചിയിലുള്ളത്. ഇന്ന് ഫുൾ ഭയങ്കര പവർ പാക്ഡ് ദിവസമാണ്. അപ്പോൾ രാവിലെ നമ്മളിപ്പോൾ പ്രജയെയും പ്രാന്തനെയും അതുപോലെ നമ്മുടെ അമലിനെയും കൂടെ കാക്കനാട് ഒരു ഗ്രൗണ്ടിൽ ഡെവിൽ സർക്യൂട്ട് എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ നമ്മുടെ ബെൻസിൻ്റെ എക്സ്പീരിയൻസ് ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. ഇന്നവിടെ ബെൻസിൻ്റെ ഒരു ഇവൻറ്റ് നടക്കുന്നു, അതിന് ഇൻവൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ബേസിക്കലി എനിക്ക് അറിയത്തില്ല. അവിടെ ജസ്റ്റ് ഡ്രിഫ്റ്റിംഗ് പരിപാടികൾ, കാർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പരിപാടികൾ, സെഡാന് ആൻഡ് GLS, പിന്നെ G-Wagonൻ്റെ G-Turn, അങ്ങനെ എന്തൊക്കെയൊക്കെയോ പരിപാടി ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടു. സോ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ പോയി നോക്കട്ടെ. ബേസിക്കലി എൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയെന്ന് പോലും എനിക്കറിയില്ല. കാരണം എനിക്ക് പോകാനൊരു പ്ലാനും ഇല്ലായിരുന്നു. ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഓടുന്നതും ചാടുന്ന പരിപാടി. അപ്പോൾ ഞാൻ വിചാരിച്ച് കാറിൻ്റെ പരിപാടിക്ക് പോകാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാണ്. ഇപ്പോൾ കാക്കനാടാണ് ബേസിക്കലി. രാവിലെ കോട്ടയം വഴിയാണ് വന്നത്. ഇച്ചിരി ദൂരം കൂടുതലുണ്ട്, ഇച്ചിരി കറക്കമുണ്ടെങ്കിലും റോഡ് നല്ലതാണ്, അഴുക്കില്ല. ഐ മീൻ പണി നടക്കുന്നില്ല, ചെളിയില്ല, അങ്ങനത്തെ പ്രശ്നമില്ല. ഞാൻ ഇന്നലെ വണ്ടി ഫുൾ വെളിയിൽ കൊടുത്ത് വാഷ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഫുൾ DJIയുടെ ആക്ഷൻ 5 Pro എന്ന് പറഞ്ഞ മോഡലാണ്. എങ്ങനെയുണ്ട് ക്വാളിറ്റി നിങ്ങൾ കണ്ടിട്ട് പറയൂ. ആൻഡ് എനിക്കിത് സാധനം ഇതിൻ്റെ 6 ഒരെണ്ണം മേടിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അമലിൻ്റെയും ജസ്റ്റ് ഒന്ന് കടമെടുത്തു ഇന്നത്തേക്കൊന്ന് വ്ളോഗ് എടുക്കാൻ വേണ്ടി. ഫുള്ളൊരു വ്ളോഗ് നിങ്ങളെ ഒന്ന് കാണിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ഗൈസ്, അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. എനിക്ക് അവിടെ ടാഗും കാര്യങ്ങളൊക്കെ കിട്ടി. ഇവിടെ ആക്ച്വലി പരിപാടി തുടങ്ങിയെന്നാണ് തോന്നുന്നു. അവിടെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ പുറകിൽ കുറേ സാധനങ്ങളുണ്ട്. കണ്ട അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. ഹായ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. അപ്പോൾ ഇത് ഫ്രണ്ടിൻ്റെ കടം മേടിച്ചോണ്ടോ? ഇത് നിങ്ങളെയാണോ? ഇത് കണ്ടില്ലേ? ഇതെൻ്റെ ഫ്രണ്ട് സോളമൻ ഗോപികൃഷ്ണൻ. ഗൈസ്, അപ്പോൾ നമുക്കിനിയും നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ ഈ ടാഗ് ഉള്ളവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഏത് മോഡലാണ് ഡ്രൈവ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അവിടെ ഒരു G-Wagon G-Turn അടിക്കുന്നു. കാണിച്ചു തരാം. അത് ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നു. ഇലക്ട്രിക് കണ്ടോ നോക്കി. കൂൾ നിന്ന് കറങ്ങാല്ല. ഇത് എങ്ങനെ കറങ്ങുന്നത് കണ്ടോ? ഇതാണ് നമുക്കുള്ള സ്പേസ്. 1 2 3 4 5 മൊത്തം 5 കാറുണ്ട്. ഈ കാണുന്ന സ്ഥലം കറങ്ങണം. ലെറ്റ് സി. എനിക്കൊന്ന് ആദ്യം ട്യൂട്ടോറിയൽ വരുമെന്ന് തോന്നുന്നു കേട്ടോ. അത് നോക്കി റൂട്ട് മാപ്പ് പഠിച്ചിട്ട് കറങ്ങാം എന്നുള്ള രീതിയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് പറയാനുള്ളത്? നല്ലതായിരിക്കും. ആദ്യമായിട്ടല്ലല്ലോ ഡെയിലി ഡ്രൈവർ ഗോപികൃഷ്ണൻ ഇമേജ് സെറ്റപ്പാണ്. അപ്പോൾ ഒരു വട്ടമുള്ള നടത്തം ഇൻസ്ട്രക്ഷൻ പറയാം. ഇൻസ്ട്രക്ഷൻ കേട്ടിട്ട് വരാം. പക്ഷേ അപ്പോൾ നമ്മൾ ഈ വൈറ്റ് കളർ E-Class ആയിരിക്കും നമ്മൾ ഓടിക്കാൻ പോകുന്നത്. ആയിരിക്കും ട്രയൽ ഇതാ നിവേദ ഓടിക്കാൻ പോകുന്നത് ഗൈസ്. അങ്ങനെ ഇരുന്നിട്ട് ഗൈസ്, ആ കാണുന്ന കാറിൻ്റെ പുറകിൽ നമ്മൾ ജസ്റ്റ് ട്രയൽ പോകണം. അത് കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പ് ഞാൻ ഓടിക്കാം. കുഞ്ഞു വണ്ടിയല്ലേ? ഇന്ത്യയിലൊക്കെ സ്ക്രീൻ കണ്ട കിടക്കുന്നു കണ്ട. ഇതുപോലെ വണ്ടി ഇപ്പോൾ ഒരു ട്രയൽ റൺ പോവാണ് റൂട്ട് കാണിച്ചു തരാൻ വേണ്ടി. ശരി, ഗ്യാപ്പിൽ പോക്കാം. അപ്പോൾ നിനക്ക് വേണമെങ്കിൽ ഒന്ന് കറക്കി എടുക്കാം. ഗായ്സ്, നിവേദ് ഓടിക്കാൻ പോകുന്നു. സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് അവൻ തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നു. ഇതാണ് ഈ 220D. കൊള്ളാം, ക്ലീൻ വണ്ടി. ഇത് എത്ര ഇഞ്ചിൻ്റെ ടയറാ? 18 ഇഞ്ച്. ഫ്രണ്ടിൽ നോക്കൂ. ഓ, G-Turn. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ മികച്ച എക്സ്പീരിയൻസ്. എങ്ങനെ കയറുന്നത്? ഒരു മിനിറ്റ്. ഓ മൈ ഗോഡ്, എൻ്റെ പൊന്നോ, ഏതാ? Oh my God. Wow. Blackie,
The Black E-Class. Yes. എന്റെ മോനെ The Black C-Class. പൊളിയടാ പൊളി സാധനം പിന്നെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇവിടെ കേട്ടോ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്. ഗൈസ് പകർപ്പൻ ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ അധികം വണ്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ കുറച്ച് ഇപ്പോൾ ഈ കിടക്കുന്ന AMG ആണെങ്കിലും ഈ കിടക്കുന്ന C-Class, GLC, GLS അങ്ങനെ കുറേ EV വണ്ടികൾ കിടപ്പുണ്ട്, ആൻഡ് S-Class കിടപ്പുണ്ട്. ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു വോക്ക് റൗണ്ട് പോലെ സാധനം സെറ്റ് ചെയ്യാം. ഓക്കെ, ഏതൊക്കെ മോഡലാണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്നെല്ലാം പച്ചയ്ക്ക് പറയണം. ഓക്കെ, നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഈ GLC ആണോ GLS ആണോ വലുത്? GLC എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിപ്പമുള്ള ഏറ്റവും വലിപ്പമുള്ള SUV ആണ് GLS. ഇത് GLC, അതിൻ്റെ ഒരു കോമ്പാക്ട് വെർഷൻ. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം ഗൈസ്. അപ്പുറത്ത് കയറിയോ? ഓ ഗൈസ്, എനിക്ക് എത്രയൊക്കെ സെഡാൻ ഓക്കെ ഡ്രിഫ്റ്റ് ചെയ്യാം, ഓക്കെ സമ്മതിച്ചു, ഭയങ്കര ഹാൻഡിലിംഗ് ആണെന്നൊക്കെ പറഞ്ഞാലും ഈ SUV കയറുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ ഗൈസ്, അതെങ്ങനെ പറഞ്ഞ് മനസ്സിലായി. എനിക്ക് SUV ഭയങ്കര പ്രാന്താണ് അല്ലേ. SUV ഒരു രസമാണ് SUV അല്ലേ? അല്ലേ, സെഡാനാണോ SUV ബസ്സാണോ? നേരെ ഓപ്പോസിറ്റ് വൈ. ഓക്കെ, കംഫോർട്ടൊക്കെ സെഡാനായിരിക്കും അല്ലേ? പിന്നെ ഓ നൈസ് ഗൈസ്. ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നല്ല ചൂട്. ഓ കൂൾ. ഇവിടെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ BM-ലും ബീൻസിലും എല്ലാം ഒരുപോലെ. ഇതാണ് അതിൻ്റെ കീ. ഇൻട്രസ്റ്റിംഗ്. അടച്ചേ. ഓ ഇങ്ങനെ കയറി പോയി ഇങ്ങനെ. ഓക്കെ, നൈസ്. സ്ക്രീൻ കണ്ടോ ഇങ്ങനെ കിടക്കുകയാണ്. AC വെൻസ് as usual, ബെൻസിൻ്റെ പരിപാടികൾ. ഓ ബെൻസിൻ്റെ തന്നെ ഡാഷ് ക്യാം വരുന്നുണ്ട്. അതിൻ്റെ ഇവിടെ കൺസോൾ, സ്റ്റിയറിംഗ്. അതിൻ്റെ സ്റ്റിയറിംഗ് എന്ത് ഫീഡ്ബാക്ക് എടുത്തോ അതിൻ്റെ സാധനം. ഭയങ്കര ഇങ്ങനെ ഒഴുകി ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ ക്ലസ്റ്റർ. എൻ്റെ ഇഞ്ച് കണക്കൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. സീറ്റിങ്ങിൽ മസാജർ ഉണ്ട്. ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ മസാജർ ഹോട്ടൊക്കെ വരും തോന്നുന്നു. എന്തൊക്കെയൊക്കെ വരുന്നുണ്ട്. ഹോട്ട് എയർ ബലൂൺ എന്തൊക്കെയുണ്ട്. കൊള്ളാം. പക്ഷെ പൊറോഷ ഒന്നും വലിയ ലെഗ് റൂം ഇല്ലല്ലേ. അതായത് ബെൻസിന്റെ ഒരു സെൽട്ടോസ് വെർഷൻ ആണ് ഇത്. അല്ല, C-Classന്റെ SUV അല്ല, അതായത് കാറ്റഗറി വൈസ് പറയുമ്പോ ബെൻസിന്റെ ഒരു സെൽട്ടോസിനൊക്കെ കുറച്ച് വലിപ്പമുണ്ട്. ഹൈറർ വൈബ് അത്രയും സൈസ് ഇല്ല. ഹൈററിന്റെ സൈസ് ഇല്ലല്ലേ? ഹൈററിന്റെ അത്ര സൈസ് ഇല്ലത് അല്ലേ? ബാക്ക് സൈഡ് കൂടെ കാണിച്ചു തരാം. ഞാൻ എന്റെ ബാക്ക് സൈഡ് പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ളേ. ഡീസലാണോ? സൗണ്ട് ഇല്ല, അകത്ത് കേൾക്കില്ല. അപ്പൊ എത്ര ഇൻസുലേഷൻ അടിപൊളിയായിരിക്കും. ഓക്കെ, സെഡാൻ. ഈ പ്രാവശ്യം ഞാൻ പുറകിലിരിക്കാം. ഇതേതാ മോഡല്? C-Class. ഓക്കെ, C-Classന്റെ ബാക്ക് സൈഡിൽ ഇരിക്കാം. എങ്ങനെയുണ്ട്? അതിന്റെ സെഡാനാണിത് അല്ലേ? ഇപ്പൊ കയറിയതിന്റെ സെഡാനാണിത്. ഓക്കെ, നോട്ട് ബാഡ്. ഓക്കെ. കൺസോൾ നോക്കുകയാണെങ്കിൽ സെയിം ഡിറ്റോ, ഒരു വ്യത്യാസമില്ല. അടുത്ത വണ്ടി കയറാം. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര കുഞ്ഞു വണ്ടി, കുനിഞ്ഞിരിക്കുന്നുണ്ട്. ഓ ഇതേതാ വണ്ടി? ഇതേതാ ടയർ? ഗുഡിയറിന്റെ 20 ഇഞ്ചാണോ? ഇലക്ട്രിക്കൽ GLS അല്ലേ? വാവ് ഗൈസ്, എനിക്ക് ബെൻസിൽ ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് വണ്ടികളിലെ ഏറ്റവും മെയിൻ സാധനം ഇതാ. കൂപ്പേ ഡിസൈനുള്ള ഈ സാധനം. ഇത് ഭയങ്കര, ഇത് മോഡൽ ഏതാണെന്ന് പോലെ എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടം. ഇത് GLC 43 അപർണ ബാല പോലുള്ള ഇതില്ലേ ആണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വാവ്, ഇത് ഭയങ്കര ഒരു അഗ്രസീവ് ലുക്ക് ഈ സാധനത്തിലല്ലേ? തോന്നിട്ടില്ലേ? ഭയങ്കര രസമാണ് ഈ വണ്ടി. പക്ഷെ ഭയങ്കര ഒരു ബാക്ക് സൈഡ് ഒക്കെ ഉണ്ടോ? ഭയങ്കര എടുക്കും ആ ടയർ സൈസും. അപ്പോൾ നമുക്ക് EQS കയറാം. EQS എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഓ വൈറ്റ് ബ്രൗൺ. ആഹാ, ഇതെങ്ങനെയുണ്ട്? അപ്പോൾ ബെൻസിന്റെ EV ഇതാണ്. ബെൻസിന്റെ EV സ്റ്റാർട്ട് ചെയ്യുന്ന ടച്ചാണോ? അല്ലല്ലോ, ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോ സൗണ്ട്, നത്തിങ്. ഓ, 2 സൺറൂഫ്, സ്പ്ലിറ്റ് സൺറൂഫ് വരുന്നുണ്ട്. ശരിക്കും ബാക്ക് സീറ്റ് എക്സ്പീരിയൻസിന് ആണോ? ഇപ്പോൾ ഡ്രൈവർക്ക് EV ഇല്ല. ഇത് എത്ര BHP കാണും? എത്ര പവർ കാണും ഇതിന്? എത്ര കിലോവാട്ട്? അതും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇതിപ്പം ഞാൻ പറയാം, ഇതിപ്പം 85% ബാറ്ററി അകത്തുണ്ട്. 85%-ൽ 531 കിലോമീറ്റർ ഓടുമെന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് ഒരു 95 കിലോവാട്ടിന്റെ ഒക്കെ ബാറ്ററി കാണാമായിരിക്കില്ലേ? ഇത് ഭയങ്കര ഒരു പ്ലസന്റ്, ഒരു കൊട്ടാര ഫീൽ അല്ലേ?
പിന്നെ ആ കൺസോൾ കാണും ഇങ്ങനെ ഒഴുകി ഇങ്ങനെ നേരങ്ങി അങ്ങ് പോകുന്നു. അങ്ങോട്ടാണെങ്കിലും AC ഒക്കെ കണ്ടോ? ഓ മൈ ഗോഡ് ബ്രോ, വൺ ഡേ. അതെ അതെ, ഓ ഉറപ്പായിട്ട്. ഇത് എത്ര രൂപയ്ക്ക് ഇവരൊക്കെ? ഇതിന് 2.5 മൂന്നോ? 2.5. ഗ്രേറ്റ്. ഓ സോഫ്റ്റ് ക്ലോസ്. 3 കോടിയല്ലേ? പിന്നെ 3 ലക്ഷം. 3 കോടിക്ക് ആ ചാരി തലയൊന്ന് സുഖല്ലേ? എടുക്കുവാണെങ്കിൽ ഇതുപോലത്തെ എടുക്കണം. പറ്റുമല്ലേ? പറ്റാതെ എവിടെ പോവാ? ഞാൻ ഒരു കല്യാണം കഴിച്ചൊരു കുടുംബകാലം വ്ളോഗം കൂടി ഇടാം. കൺസോളൊക്കെ ഉള്ള 2 കുപ്പിയൊക്കെ വെക്കാം. സെയിം ഡിറ്റോക്കി. നല്ല വെയിറ്റ് ഇല്ലേ? നല്ല വെയിറ്റ് ഉണ്ട്, രസമുണ്ട്. എനിക്ക് ബെൻസിന്റെ ആംബിയൻ ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. BM-നെ കാട്ടി നല്ല കിട്ടിലായിട്ടാണ് ആംബിയൻ ലൈറ്റ്. ഇവിടെ അവിടെ എവിടൊക്കെ അവർക്ക് ആംബിയൻ ലൈറ്റ് കൊടുക്കാവോ അവിടെ എല്ലാം അവർ ആംബിയൻ ലൈറ്റ് കൊടുത്ത് ഭയങ്കര എസ്തെറ്റിക് ആക്കും വണ്ടി. ഒരു കോളനി ഫീൽ വരുത്തില്ല അല്ലേ? എന്റെ പുറകെ ഇരുന്നോക്കെ ഗൈസ്. ഓ 90 ഡിഗ്രി. ഇത് എത്ര ഇഞ്ച്? 20 ഇഞ്ചിന്റെ ടയറാണ് കേട്ടോ. ഓ ഇതിങ്ങനെ തൊട്ടാ മതി, തൊടുമ്പോഴത്തേക്ക് ഈ സാധനം ഓപ്പൺ ആയി വരും. തിരിച്ചു പോകും. പുറകില് സ്ക്രീനൊക്കെ ഉണ്ടല്ലോ. പുറകെ കേറുന്നതിന്റെ പുറകിലാ കേറുന്നുള്ള ഫീൽ ഇല്ല കേട്ടോ. അതായത് ഫ്രണ്ടിൽ കയറുന്ന ഫീല്. ഇവിടെ ടച്ച് സ്ക്രീനൊക്കെ ഉണ്ടല്ലോ, കാര്യമായിട്ടൊക്കെ. ഡ്രൈവർ, ഓ ഇത് വെക്കുമ്പോ വയർലെസ് ചാർജർ ആണോ? ഡ്രൈവർ വണ്ടി വിടൂ. എങ്ങനെ പറയാം? ഡ്രൈവർ വണ്ടി വിടൂ. AC-യും കാര്യങ്ങളും കൺട്രോളും സിനിമയൊക്കെ അതിനകത്ത് കാണാം. ഭയങ്കര സുഖമായിരിക്കും അല്ലേ? എന്താ യാത്ര ചെയ്യുമ്പോ? ഗണേഷ് ഇങ്ങനെ ഗണേഷ് എവിടെ പോകുന്നു? ചന്ത മീൻ മേടിക്കാൻ പോകുന്നു. എടുക്കണ അടുത്ത പാട്ട് എന്ന് പറഞ്ഞു അല്ലേ? ഓ ഇതിന്റെ സൗണ്ട് സിസ്റ്റം നോക്കിയോ? ഒന്ന് കണക്ട് ചെയ്യാവോ? നമുക്ക് എൻ്റെ ആയാലും ബെൻസിൽ കയറി എല്ലാത്തിനും നമുക്ക് കണക്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഇതാണല്ലോ അത്യാവശ്യം കൂടിയ വണ്ടി. എന്തായാലും സൗണ്ട് സിസ്റ്റത്തിലൊക്കെ ഇവർ കൊടുക്കുമല്ലോ എന്തായാലും. എത്ര സ്പീക്കർ ഉള്ളത് പോലെ എനിക്ക് എങ്ങനെ വലിയ 12 മണ്ടയ്ക്ക് കാണും. കാരണം ഇതൊക്കെ കുഞ്ഞ് സ്പീക്കറാണെന്ന് തോന്നുന്നു. അത് മൈക്കാണോ? ഇതൊക്കെ മൈക്കാവാനാ സാധ്യത. ഒരു കംഫർട്ട് ലെവലുള്ള ബേസ്, സ്റ്റാൻഡേർഡ് ബേസ്. JBL അങ്ങനത്തെ ഒരു സാധനമല്ല. ഓക്കെ, നെക്സ്റ്റ് കാർ. ആ കിടക്കുന്ന വണ്ടി ഏതാ? എനിക്ക് വന്നപ്പോ തൊട്ട് അതിലോട്ടാണ് എന്റെ കണ്ണ് പോകുന്നത്. ആ കിടക്കുന്ന വണ്ടി ഏതാണ്? ഇത് CLE 53 AMG. ഓക്കെ, അതിന്റെ പ്രത്യേകത 3 ലിറ്റർ 6 സിലിണ്ടർ. ഓക്കെ, പറയണ്ടല്ലോ, ക്യാബിൻ കൂപ്പയാണ്. ഓക്കെ, എന്ത് രസം ഗൈസ് ഈ കാറ്. ഒന്ന് കയറി നോക്കട്ടെ ഗൈസ്. ഓ ഞാൻ ഡോർ തുറന്നത് കണ്ടു നോക്ക്. എന്റെ പൊന്നെ, ഓ കണ്ട നിങ്ങളുടെ മോഡൽ ഏതാ? CLE 300. CLE 300. ഇത് CLE 53 AMG. അത് പെട്രോളാണോ? പെട്രോൾ, സെയിം എഞ്ചിൻ. ഓ അപ്പൊ എടുത്തിട്ട് എത്ര ആളായത്? എടുത്തിട്ട് എത്ര ആളായി? 2 മാസം. ഷൂട്ട് ചെയ്തോ? എന്ത് രസമാണ് ഈ സാധനം അല്ലേ? ഭയങ്കര കോമ്പാക്ട് സൈസ് ആയിട്ടുള്ള ഭയങ്കര സ്പോർട്സ് ഫീൽ. നല്ല രസമുണ്ട് കൈസ് സാധനം. ഇതിന്റെ കൺസോൾ കാര്യങ്ങളുണ്ട്. സ്റ്റിയറിംഗ് കണ്ടിട്ട് പോലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയൊക്കെ സാധനമുണ്ട്. ഇതിപ്പോ എന്തോ തിരിക്കുന്ന തിരിയുണ്ടോ? അത് നോക്ക്. ഞാൻ മറ്റേ ലുലുവിലെ ഫണ്ടൂരക്കകത്ത് ഈ സാധനം കണ്ടിട്ടുണ്ട്, കാർട്ടൂൺ ഗെയിമിനകത്ത്. ഓ സെറ്റ്, വാവ്, ക്ലാസിക് ലോഗോ ആൻഡ് സ്ക്രീൻ സൈസ് എനിക്ക് പറയാൻ അറിയത്തില്ല. 30 ഇഞ്ച് കാണുമായിരിക്കും അല്ലേ? 20 ഇഞ്ചിൻ്റെ മുകളിൽ എന്തായാലും കാണും. ഹസാഡൊക്കെ ഉണ്ട്. ഹോം സ്ക്രീൻ, AC-യുടെ കൺട്രോൾസും എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് തന്നെ. ഓക്കെ, മിനുങ്ങുന്നു. ഓ വാവ്, അത് കൊള്ളല്ലേ? അത് കൊള്ളാം. ആൻഡ് ഓട്ടോമാറ്റിക് ORVM കൺട്രോൾസ് കാര്യങ്ങൾ. സെൻറ്റർ ഓഫ് തുറക്കുന്നത് ഇവിടെ ഇങ്ങനെ. എന്താ ചെയ്തിപ്പം? ഞാനിപ്പോ ചെയ്തേ? ഞാനാണ് ചെയ്തേ. ഓ ഭയങ്കര ടിൻഡഡ് സാധനം. ഓ പ്രീമിയം. ഇത്രേ ഉള്ളു ആക്ച്വലി. അത് ഓപ്പൺ ഒന്നും ആവത്തില്ല, ബട്ട് സ്റ്റിൽ മതിയല്ലോ. ടച്ചാ ജസ്റ്റ് ഗസ്റ്റർ കൺട്രോൾസ് ആണ് കാര്യങ്ങൾ. ഇത് പോലീസ് ആണ്. പുറകില് സാധനങ്ങൾ വല്ലതും വെക്കാം, ബാഗ് വല്ലതും വെക്കാം. യൂട്യൂബേഴ്സ് വല്ലതും എടുക്കുന്നതെങ്കിൽ ട്രൈപോഡ് വല്ലതും വെക്കാം അല്ലേ? അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ഫീൽ ആയിരിക്കും, കാരണം ഗ്ലാസ് പോലും ഇല്ല. 2 പേര് മതി.
മതി രണ്ടുപേരും വീട്ടിൽ പട്ടിക്കുട്ടി ഉണ്ടെങ്കിൽ പട്ടിക്കുട്ടി കൊണ്ടുപോകാം. സിമ്പിൾ. സൈഡിൽ വരുന്ന കൺട്രോൾസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വേണമെങ്കിൽ. ഇവിടെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഇവിടെ മസാജർ ആൻഡ് വെന്റിലേഷൻ, അങ്ങനെ 3 മെമ്മറി സീറ്റിൻ്റെ റിക്ലൈനിങ് സംഭവങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ലോക്ക് അൺലോക്ക്. പക്ഷേ ഇതിൻ്റെ ആ ലുക്ക് കണ്ടോ നിങ്ങളെ ഞാൻ ജസ്റ്റ് റൗണ്ട് കാണിച്ചു തരാം. ഫ്രണ്ടിൽ നോക്കുമ്പോൾ കണ്ടോ ഭയങ്കര എടുത്ത് നിൽക്കുന്ന ഗ്രില്ല്, ഭയങ്കര വെള്ളോട്ട് ഇറങ്ങി നിൽക്കുന്ന കിറ്റ് പോലത്തെ ബമ്പർ, ആൻഡ് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ആൻഡ് 2 ഡോർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു യുണീക്ക് ഫീലാണ്. ആൻഡ് കൂപ്പെ ഓഫ് കോഴ്സ് 2 ഡോർ കൂപ്പെ, അതിൻ്റെ ഒരു സ്റ്റൈലും അതിൻ്റെ ഒരു അഴുക്കും. ആ ടയർ കണ്ടോ ഇപ്പം വെളിയിൽ ചാടും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഡിക്കി തുറക്കാൻ വേണ്ടി ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഡിക്കിയുണ്ട്, അത്യാവശ്യം സ്ഥലമുണ്ട്. ഇതിങ്ങനെ ഫുൾ തുറന്നിങ്ങനെ പോകും കേട്ടോ, ഫുൾ തുറന്നിങ്ങനെ പോകും, അത് കൊള്ളാം. അടുത്ത് നമ്മൾ ഈ കാണുന്ന ആനക്കുട്ടിയുടെ പുറത്ത് കയറാൻ പോവുകയാണ്. സി വാഗൺ സി ക്ലാസ് ഇലക്ട്രിക്. അപ്പോൾ നമ്മൾ സി വാഗണിൽ കയറാൻ പോവുകയാണ്. ഓ മൈ ഗോഡ്, ഫ്രണ്ട് സീറ്റ് തന്നെ പിടിച്ചേക്കാം. ഓ എന്തോരം തുറക്കുന്നുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ആ ഡോർ അടയ്ക്കുമ്പോൾ ഉള്ള സ്റ്റിഫ്നെസ് നമ്മളിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രൊഫഷണൽ ഡ്രൈവർ. നമ്മൾ വണ്ടി നിർത്തുന്നു. നിർത്തി കഴിഞ്ഞിട്ട് ഈ ബട്ടൺ ഞെക്കുന്നു. ആൻഡ് അത് കൊള്ളാം. അകത്തിരിക്കുന്നവർ അങ്ങനെ അറിയുന്നില്ലല്ലേ, പക്ഷെ പുറത്ത് എന്തൊരു കുലുക്ക പുറത്ത്. വാവ്, യെസ് താങ്ക് യു. ഓക്കെ താങ്ക് യു. എവിടെ തുറക്കുന്നത്? അടിപൊളിയല്ലേ? അമേസിങ്, കൊള്ളാം. അതപ്പോൾ അടുത്ത ആൾക്കാർ കയറുമല്ലോ. ഗൈസ്, അടുത്ത് നമ്മൾ ഈ കാണുന്ന ഓഫ് റോഡ് ടെറൈൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം. പ്രാവശ്യം SUV കയറി നോക്കാം. തറ ഇവിടെ കാണാം. This is actually cool. When we go up there, we will use the DSR. That's this DSR. Step height ഉണ്ടോ? നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന്, അതുകൊണ്ടാണ് ഈ അടി തട്ടാത്തത്. അതായത് നോക്ക് കണ്ട ഇപ്പം പോയി വന്നെ. ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡെവിൾ സർക്യൂട്ട് ആ പരിപാടി അവിടെ തകർപ്പം പരിപാടി എന്ന് പറഞ്ഞപ്പോൾ പ്രജി വിളിച്ചപ്പോൾ പറഞ്ഞു അമലും പ്രാന്തനും കൂടെ അവിടെ അടിച്ച് പൊളിക്കുവാണെന്നാണ് പറയുന്നത്. എന്നാൽ അപ്പോൾ എന്തായാലും അവരെ പിക്ക് ചെയ്യാൻ വേണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ചാടി, അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ചാടി ഇപ്പോൾ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി 3 കിലോമീറ്റർ കൂടെ ഉണ്ട്. അതിന് പുറകിൽ നമ്മുടെ നിവേദുണ്ട്. നിവേദനയും കൂടെ കൊണ്ടുവന്ന് വെച്ചു, ജസ്റ്റ് ചുമ്മാ ഒന്ന് പോയി കറങ്ങാൻ അവിടെ. പക്ഷെ ഭയങ്കര വെയിൽ ഗൈസ്, ഇപ്പം 33 ഡിഗ്രിയാണ്. എൻ്റെ പൊന്നോ പൊള്ളി, സൺഗ്ലാസ് ഉണ്ടായിട്ട് പോലും കരിഞ്ഞാ കാണുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറുകരുത് കേട്ടോ. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ബൈ ബൈ ഗൈസ്. ഞാൻ അങ്ങനെ ആ ലൊക്കേഷനിലെത്തി. ഇവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ബേസിക്കലി കണ്ട കൗണ്ടറെല്ലാം കാലിയായി. കയറി നോക്കട്ടെ എന്താ അവസ്ഥ. മെഡൽ കിട്ടിയതല്ല, എന്തൊരു ആൾക്കാരെ ഇവിടെ.
ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു പകുതി മുക്കാൽ ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞു കേട്ടോ. അവരിനകത്തിന് എവിടെ എടാ നിങ്ങളാണോ ഇത്? എന്താ ഇത്? ഇതെന്താ ടീഷർട്ടൊക്കെ? എവിടെ എൻ്റെ ഡ്രസ്സ് ഉണ്ട്? എൻ്റെ ഡ്രസ്സ് കിട്ടിയോ? എങ്ങോട്ടാ നീ വന്നിരുന്നെങ്കിൽ ഈ പടവാ. ഇത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. 6 മാസമായിട്ട് വീട്ടിൽ നിന്ന് അനങ്ങാതിരുന്ന ശരീരം വെച്ച് ഞാനിത് ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഫുള്ള് ചെയ്ത് നീ വീഡിയോ ഇട്ട് വരും. തുള്ളി കളിക്കുക, വെറുതെ എൻജോയ് ചെയ്യാൻ തോന്നുന്നു. ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോണേണ്. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ പ്രജിയെ പുറകിൽ നിവേദിന്റെ കാറിൽ വിട്ടിട്ടുണ്ട്. ഇനി പ്രജിയെ നമ്മൾ ഒരു കഫേയിലോട്ട് കൊണ്ടുപോകുന്നു. പ്രജിയുടെ ഫ്രണ്ട് ഗംഗ കേക്ക് മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കേക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാണ് പ്ലാൻ ആസ് ഓഫ് നൗ. അപ്പോൾ എങ്ങനെയുണ്ടായി നിന്റെ എക്സ്പീരിയൻസ്, പരിപാടിയുടെ എക്സ്പീരിയൻസ് പറയാൻ കേട്ടെ? ഡെവിൾ സർക്കസ്. ഇതിന് ഡെവിൾ സർക്കസ് അല്ല, സർക്യൂട്ട്. സർക്കസ് പോലെയാണ് ഡെവിൾ സർക്യൂട്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിനെ ഡെവിൾ സ്ലേയർ എന്നാണ് പറയാ. ഓക്കെ, അത് എനിക്ക് അവിടുത്തെ നമ്മുടെ ഹോസ്റ്റ് പറഞ്ഞു തന്നാണ്. ഹോസ്റ്റിന്റെ പേര് ഖുഷി. ചാമിങ്. അപ്പൊ പുള്ളിക്കാരി ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. എക്സ്പീരിയൻസ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിൽ ചെല്ലുന്ന സമയത്ത് ഇത് ഈസി ആയിട്ട് തോന്നും. പക്ഷേ ആ 3 ഒബ്സ്റ്റിക്കിൾ കഴിയുമ്പോഴേക്കും നമ്മൾ തന്നെ നമ്മളെ ചോദ്യം ചെയ്യും. ഇവൻ മെഡൽ കിട്ടിയാതെ പറ, മെഡൽ കിട്ടിയാതെ പറ. ഇടയ്ക്ക് വെച്ച് നിർത്താൻ വരാൻ തോന്നിയോ? എനിക്ക് ഇടയ്ക്ക് വെച്ച് 2 തവണ നിർത്താൻ തോന്നി. 2 തവണ ആശാനങ്ങ് ഞാൻ ഇല്ലാണ്ടായി. എന്റെ കാല് 4 തവണ മസിൽ കയറി പിടിച്ചു. ഇവരോട് വരും, ഞാൻ ആ നിലത്ത് കിടന്ന് ഉരുണ്ട് ഒരു പരുവായിട്ടുണ്ട്. ആരുടെയൊക്കെ വീഡിയോ ഉണ്ടാവും അല്ലേ? അപ്പം അത് കഴിഞ്ഞ് മസിൽ കയറിയിട്ട് എന്റെ കാല് മസിൽ കയറി. അപ്പം സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ട്. ഇങ്ങനെ നമ്മള് പിടിച്ചു പോകുന്ന അത് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പൊ ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മളുടെ വീഡിയോ വേറെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ക്യാമറാമാൻ വന്നപ്പോ രണ്ടാമതും അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്റെ കീ പോയി. ഞാനത് കയറി ചാടി പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും 2 കാലും കയറി ലോക്കായി. എനിക്ക് വിടാനുള്ള ഒരു മടി. ഞാനത് ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഉള്ള അവസ്ഥയാണ്, കാല് പൊങ്ങി. അപ്പൊ ഗൈസ് കൊറേ കഥകൾ ഇതിനകത്ത് പറയാനുണ്ട്. ഇവ തീർത്തില്ലേ? അത് കഴിഞ്ഞ് അതിനു വേണ്ടിയുള്ള സംഭവം ഉണ്ട്. നീ വന്നത് വന്നപ്പോ അതിനകത്ത് ഐസെല്ലാം മെൽറ്റ് ആയി പോയി. പക്ഷേ രക്ഷയില്ല. തണുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ഫ്രീസിങ് തണുപ്പ്. ഓക്കെ, അത്രയ്ക്ക് തണുപ്പ്. അതിന്റെ കൂടെ ഷൂട്ടാ ചാടിയെ, സോക്സും നനഞ്ഞിട്ട് അതിനകത്തിരുന്ന് ഇവൻ അത് ആ ഒരു സംഭവം ചെയ്യാൻ വന്നപ്പം എടുത്ത് ചാടി. അപ്പൊ നമ്മുടെ പ്രജിയുടെ കണ്ണാടി അതിനകത്ത് ചാടി പൊങ്ങ് പോയി, വീണ്ടും ചാടി. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പ്രജിയുടെ കണ്ണാടി അതിന്റെ ഇടയ്ക്ക് ഗെയിം കളിച്ചിട്ട് സമയത്ത് വെള്ളത്തിൽ പോയെന്ന് പറയുന്നത്. അത് എടുക്കാൻ വേണ്ടി എത്ര ചാടി? 7 തവണ. 7 തവണ അതിനകത്ത്. പക്ഷെ 3ാമത്തെ തവണ ആയപ്പോഴേക്കും എന്റെ ബോഡി ഫ്രീസ് ആയി പോയി. എനിക്ക് പിന്നെ തണുപ്പ് അറിയുന്നില്ലായിരുന്നു. 2 കണ്ണാടി നമ്മളെ. ഹലോ, എടാ മറ്റേ ഇതില്ലേ നമ്മൾ പോയ സ്ഥലമില്ല, അങ്ങോട്ട് തന്നെ പോരും. സോ നിങ്ങള് ലൈഫിൽ ഒരു തവണ ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പ്ലാൻ നിങ്ങൾക്ക് പിടിയിട്ടുണ്ടല്ലോ. എങ്ങനെ എന്താവും ഒരു പിടുത്തമില്ല. ചിലപ്പോൾ മിക്കവാറും പൊളിയും. കാരണം പ്രജിക്ക് ഈ സർപ്രൈസ് ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിയുണ്ട്. കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലേ നമ്മളെക്കാട്ടിലൊക്കെ. ഏത് 1990 ചെറുതായിട്ട് വിഷ് ചെയ്തു കേട്ടോ.
കാരണം അതിന് അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ആ സാധനം എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് വിഷയം തോന്നി. എടാ ഞാൻ ആ വെള്ളത്തിൽ ചാടിയില്ലടാ ആ തണുപ്പത്ത്. കണ്ണാടി കൊടുത്തിട്ട് വിഷ് ചെയ്തോ? ഞാൻ കൊടുത്തിട്ട് കെട്ടിപ്പിടിച്ച് വിഷ് ചെയ്തു. പക്ഷെ ഈ സർപ്രൈസിന് ആരും അറിയില്ലോ. സർപ്രൈസ് ഒന്നും അറിയത്തില്ല. ഞാൻ ഇതുവരെ ബർത്ത്ഡേ വിഷ് ചെയ്തില്ല ഗൈസ്. അവൻ വിചാരിക്കുന്നുണ്ടായിരിക്കും തെണ്ടി നീ എന്ത് കൂട്ടുകാരനാടാ. എന്റെ ഇപ്പുറത്തിരുന്ന് അവൻ ബർത്ത്ഡേ വിഷസ് ഒക്കെ വായിച്ച് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കും. എന്നിട്ട് പോലും ഞാൻ ഒരു ഹാപ്പി ബർത്ത്ഡേ അവന് സംശയം കാണാം. അവന് നല്ല സംശയം. അപ്പൊ മനസ്സിലായിണ്ടാവും നമ്മൾ ഓൾറെഡി വിഷ് ചെയ്താൽ മതി. ഓൾറെഡി അങ്ങ് വിഷ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ നമ്മള് ചിലപ്പോ വിഷ് ചെയ്തു എന്നുള്ള രീതിയിൽ ഇരിക്കുവാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ചിലപ്പോൾ ഉള്ളിൽ ഡൗട്ട് കാണും, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള മൈൻഡേ ഉള്ളൂ. എന്തായാലും നമ്മൾ കയറുവാണ്. നമുക്ക് 2 കിലോമീറ്റർ കഴിയുമ്പോൾ ചാർജ് ബോർഡിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ കൊണ്ട് വണ്ടി ചാർജ് ഇട്ടിട്ട് 1 മണിക്കൂർ മാക്സിമം ഒന്ന് കുത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കഫേയിലോട്ട് പോകും. അപ്പോഴത്തേക്ക് ഗംഗ എവിടെയെല്ലാം റെഡിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. ബാക്കി ഞാൻ ഗംഗയെന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ. അല്ല കാണിക്കണ്ട, സാധനം ഒക്കെ ആണല്ലോ. മതി മതി മതി. എത്ര സമയം എടുക്കും? അപ്പോൾ നമ്മൾ ചാർജ് ബോർഡിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇതെനിക്കൊന്ന് HMൻ്റെ ചാർജിങ് സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് പ്രജിക്ക് ഗംഗ ഗിഫ്റ്റ് കൊടുത്തത് ബ്ലിങ്കിറ്റാ. ഗൈസ് എന്താണ് ഗിഫ്റ്റ് കിട്ടിയത്? ഗിഫ്റ്റ് എന്താ നോക്കാൻ പോകുന്നുള്ളൂ. അതിന് വേണ്ടി ഞാൻ എങ്ങനെ അറിയാം? ഫോട്ടോ ഫ്രെയിം ആകും. ഫോട്ടോ ഫ്രെയിമോ? അതെങ്ങനെ അറിയാം? പൊട്ടിക്ക് ചാർജ് ആവുന്ന സമയത്ത് നമുക്കിത് പൊട്ടിക്കാം ഗൈസ്. ഇത് കല്യാണ ഷൂട്ടൊന്നുമല്ല, അൺബോക്സിങ് മതി. അണ്ണാക്കി വെക്കണം. ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ ആയിട്ടുണ്ടോ? താഴെയല്ലേ? മാനിഫെസ്റ്റ്. ഓ കളിച്ച് ഓ പ്രജിയുടെ പുതിയ VM എടുത്ത ഫോട്ടോ. അത് കൊള്ളാം. എന്നിട്ട് അടുത്ത മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ വണ്ടി ചാർജ് ചെയ്തിട്ട് ഇറങ്ങി. അവനോട് പുറകെ ഫോളോ ചെയ്യാൻ വന്നിട്ടുണ്ട്. നമുക്കിനിയും അറൗണ്ട് 1.2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഒരു 10 മിനിറ്റ് ലാഗ് ആക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എസ്തെറ്റിക് കഫേ അല്ലേ? ഫോട്ടോ എടുക്കാം. ഇത് ബിൽഡിംഗ് ആണ്. നീയല്ലേ ഇവന്റെ കട? എനിക്കറിയത്തില്ല. അയ്യോ ആ കേരള ഇതന്നെയല്ലേ? കേറിക്കോ. അതിനകത്ത് ആൾക്കാരുണ്ടല്ലോ. അതെ അവിടെ ഇതാ സീറ്റ് ഉണ്ട്. അവിടെ സീറ്റ് നല്ല ഡ്രസ്. ആ കണ്ണാടി ഊരിട്ട് നോക്കിയാൽ ബാക്കി ആരൊക്കെയാന്ന് കാണാം. അങ്ങോട്ട് കണ്ണാടി വെച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ. എന്തിന്? അതെ വാ കേക്ക് കട്ടിയോ? ഇരിക്കട്ടെ. ഓക്കെ ബാ കേക്ക് കട്ട് ചെയ്യാം. കയറിക്കോളൂ. അങ്കിളന്മാർക്ക് ഇപ്പൊ റിയാക്ഷൻ കുറവായി. വാ കയറി എല്ലാവരും മണി കയറി. ഗൈസ് അപ്പോൾ കേക്ക് കാണിച്ചു. എന്താ പ്രജിമോൻ എഴുതിയേക്കുന്നത്? അയ്യോ ഹാപ്പി ബർത്ത്ഡേ പ്രജി അങ്കിൾ. അതെ ചേട്ടനിൽ നിന്ന് ബ്രദർ ആയിരിക്കുന്നു, ബ്രദറിൽ നിന്ന് അങ്കിൾ ആയിരിക്കുന്നു. ഓക്കെ അപ്പൊ മുറിക്കാം. നിന്നോ എല്ലാവരും നിന്നോ. എന്താടാ? അതെ ടീഷർട്ട് മാറ്റി മറ്റേ തരണോ വേണേ? ഇതിപ്പോ ഡബിൾ സർക്യൂട്ടിനുള്ള എന്റെ പ്രൊമോഷൻ കിട്ടത്ത പോലെ ഇല്ല. ഓക്കെ മുറിച്ചോളൂ. എല്ലാം റെഡി അല്ലേ? ഇനി ആരും വരാനില്ലല്ലോ? റെഡി അല്ലേ? എന്നാ മതി. ഓക്കെ പാടിക്കോളൂ. ഹാപ്പി ബർത്ത്ഡേ ടു. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഫ്രണ്ട് തിരക്ക്. ഓക്കെ മുറിച്ചോ.
98. ഞാൻ 2 വർഷം കൂടെ. ഞാൻ മുറിക്കാന്ന് ആരെങ്കിലും കുഴപ്പമില്ല. പതിവില്ലാത്തൊരു വ്ളോഗ് എടുക്കല്. അത് സാരില്ല. എടാ എല്ലാരും വന്ന് കഴിക്കടാ. ഒരു വെള്ള കേക്കിനെ എങ്ങനെ കണ്ടിച്ചു? അവൻ പീഡിപ്പിച്ചു. അവൻ കേക്കിന് അങ്ങോട്ട് എടാ ഇത് വരുന്നില്ലല്ലോ എടാ. അണ്ണാക്കി പോ. താങ്ക്സ്. മോനെ ആ 30 ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഈ അവസരത്തിൽ ഞാൻ എന്തുവായിരുന്നു ആ ഇവന്റിന് പോയിട്ട് മൊത്തത്തിൽ ഡ്രെയിൻഡ് ഔട്ട് ആയി പെടലിലേക്ക് വിളിക്ക് വന്നിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അതിനിടയിൽ ഇവന്മാര് വ്ളോഗ് ഇത് ചെയ്യുന്നു എന്താ പരിപാടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ കഴിക്കുന്ന സെറ്റപ്പ് കഫേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ നൈസായിട്ട് വന്നു. പിന്നെ എനിക്ക് ആ ഓവർ എക്സൈറ്റ്മെന്റ് വരാനുള്ള എന്റെ ബോഡിക്ക് പറ്റുന്നില്ല ഇപ്പൊ ആ ഒരു അവസ്ഥയിൽ. ഫസ്റ്റ് ഓഫ് ഓൾ 30 ആയപ്പോഴേ എനിക്കറിയാം പ്രായത്തിന്റെ എല്ലാ പ്രശ്നവും പ്രചിക്കുന്നുണ്ട്. നീയും തയ്പ്പിച്ചു വെച്ചോ. രണ്ടാം നാല് ഗൈസ് അപ്പോൾ നമ്മുടെ സൂപ്പ് എത്തി. ഇതൊന്ന് ടേസ്റ്റ് മറ്റേ സിനിമയ്ക്ക് അല്ലല്ല ഫോണ് വെള്ളത്തിലിട്ട് എങ്ങനെ ഇതൊന്ന് ടേസ്റ്റ് നോക്കും. അല്ല ടേസ്റ്റ് നോക്കും. ഞാൻ ആദ്യം ഇതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഗൈസ് അപ്പോൾ നിങ്ങളിപ്പം കാണുന്നുണ്ടെങ്കിൽ വയ്യ ഗൈസ് ക്ഷീണിച്ചു. എല്ലാവരും കിടപ്പായി. ഇവന്മാർ മറ്റേ അതിൻ്റെ പോയി കളിച്ച് ക്ഷീണിച്ച് ഒരു പരുവായി. അവന് കാണുന്ന പോലും ഇല്ല. അയ്യോ എനിക്ക് തുമ്മലായി. ഇത്ര നേരം ഞങ്ങൾ ജസ്റ്റ് സുഭാഷ് ബോസ് പാർക്കിൽ ജസ്റ്റ് പോയി ചില്ലടിച്ചു. അയ്യോ അവിടെ ഭയങ്കര ക്രൗഡായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പം വണ്ടി ഫുൾ ചാർജ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് കൂടെ വെച്ചു. ഇവിടെ ജയലക്ഷ്മിയിൽ ചാർജറുണ്ട് താഴെ ഗ്രൗണ്ടിൽ. അപ്പോൾ ഞാനിവിടെ ചാർജറിട്ടു. ഇനി കുറച്ചേരം ഒന്ന് ഉറങ്ങിയിട്ട് രാത്രി 8 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ഇറങ്ങിപ്പോവും. യെസ് ഇതാണ് പ്ലാൻ. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിപ്പോവും. യെസ് അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ കുറേ ഏതാണ്ടൊക്കെ 10 മിനിറ്റ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇഷ്ടം പോലെ ആയെന്ന് എനിക്കറിയാം. എനിവേ അടുത്തൊരു വീഡിയോ കാണാൻ ഗൈസ് എല്ലാവരും ബൈ പറഞ്ഞേക്കും. ബൈ ബൈ. എപ്പോഴെങ്കിലും കാണാം. ബൈ ബൈ ബൈ.